ഇതിൽ ഒന്നാം പ്രതി ആരാണ്? സാക്ഷാൽ മുഖ്യമന്ത്രിയാണ്. ഈ ഭീകരത മുഴുവനും ആ നിമിഷം ആഭ്യന്തരമന്ത്രി അറിഞ്ഞിരിക്കും. മുഖ്യമന്ത്രി എന്ത് തന്നെ പറഞ്ഞാലും അദ്ദേഹത്തിന് നിന്ന് കൈയൂരാൻ പറ്റില്ല. ഇപ്പം നമ്മളെല്ലാം ഈ ചിത്രം കാണുന്നത് CCTV ദൃശ്യത്തിൽ കൂടിയാണ്. കേരളത്തിൻ്റെ മുഖ്യമന്ത്രി കേരളത്തിലെ പോലീസ് സ്റ്റേഷനുകളിൽ ഇടിമുറികളായി മാറി അവിടെ നടക്കുന്ന ഭീകര കൊലപാതകങ്ങൾ, ഭീകര താണ്ഡവങ്ങൾ. നമ്മുടെ സംസ്ഥാനത്ത് നടന്നിരിക്കുന്ന എന്താണ്? പോലീസുകാരെല്ലാം ക്രിമിനലുകളായി മാറിയിരിക്കുന്നു. ക്രിമിനലുകൾ പോലീസിൻ്റെ നിയന്ത്രണം ഏറ്റെടുത്തിരിക്കുന്നു. ഓരോ ദിവസം പുറത്തു വരുന്ന ഞെട്ടിക്കുന്ന ഭീകര സംഭവം. ഈ 2.5 കൊല്ലം മുഖ്യമന്ത്രി എന്താക്കുകയായിരുന്നു? ഒന്ന്, ഏതെങ്കിലും ഒരു സംഭവത്തെക്കുറിച്ച് ഒരു നടപടിയെടുത്തെങ്കിൽ പോലീസുകാരൻ അതൊരു പാഠമായേനെ. നമ്മളെ മുകളിൽ ഒരു ഡിസിപ്ലിനറി അതോറിറ്റി ഉണ്ട്. ഇവിടെ ആബ്സെൻസ് ഓഫ് ഗവൺമെന്റ് അല്ലേ നമ്മൾ കാണുന്നത്? ഭരണമുണ്ടോ? മുഖ്യമന്ത്രി മൗനിയായിരിക്കുന്നു. അദ്ദേഹം മൗനി ഭാവയാണ്. കഴിഞ്ഞ 6 ദിവസം ഒന്നും പറയാൻ കഴിയുന്നില്ല. ഞാൻ ചോദിക്കട്ടെ, കേരളത്തിലെ പോലീസിനെ ക്രിമിനലുകളാക്കുന്നതിൻ്റെ കാരണം എന്താണ്? നമ്മൾ പലപ്പോഴും ചർച്ച ചെയ്തതാണ്. പോലീസിലെ ക്രിമിനലൈസേഷൻ ആൻഡ് പൊളിറ്റിക്കലൈസേഷൻ. പോലീസിന്റെ ചുമതല എന്താണ്? ക്രമസമാധാന പാലനമാണ് പരമപ്രധാനം. രണ്ടാമത്തെ എന്താണ്? ടു പ്രിവെന്റ് ഡിറ്റക്ട് ക്രൈംസ് ആണ്. കുറ്റകൃത്യം തടയുക, കണ്ടുപിടിക്കുക, ക്രൈം ഇൻവെസ്റ്റിഗേഷൻ. ആ ചുമതലയുള്ള ആളുകളാണ് ഇടിമുറിയിൽ വെച്ച് നിരപരാധികളായ ആളുകളെ. ബഹുമാനപ്പെട്ട വേണു പറഞ്ഞില്ലേ, 6ാം സ്ഥാനത്ത് ബീഹാറിനേക്കാളും വലിയ ഒരു ലോക്കപ്പ് മരണം നടക്കുന്ന സംസ്ഥാനം ജാർഖണ്ഡിനേക്കാളും ബീഹാറിനേക്കാളും വെസ്റ്റ് ബംഗാളിനേക്കാളും ക്രൈം റെക്കോർഡ് ബ്യൂറോവിന്റെ കണക്കാണ്. കേരളം ഇടിമുറി രാജ്യ സംസ്ഥാനമായി മാറിയിരിക്കുന്നു. അതിന്റെ ക്രെഡിറ്റ് ഡിസ്ക്രെഡിറ്റ് ഇതെടുക്കുന്നത് മുഖ്യമന്ത്രിയാണ്. അദ്ദേഹത്തിന് മിണ്ടാൻ കഴിയില്ല. ഇതിന് കാരണം എന്താണ് നമ്മൾ പരിശോധിക്കണം. പൊളിറ്റിക്കലൈസേഷൻ ഓഫ് പോലീസ് എന്താണ് നമ്മൾ കാണുന്നത്? പോലീസിലെ പൂരം കലക്കാൻ വേണ്ടി മുഖ്യമന്ത്രി ഏൽപ്പിക്കുന്നത് ആരെയാണ്? ഒരു ഉന്നത പോലീസ് ഉദ്യോഗസ്ഥനെ. അത് രാഷ്ട്രീയം ആവശ്യമാണ്. സുരേഷ് ഗോപിക്ക് ജയിക്കാൻ വേണ്ടി പൂരം കലക്കണം, അത് പൊളിറ്റിക്കൽ മിഷനാണ്. RSS മേധാവിയെ കാണാൻ അയക്കുന്നത് പോലീസിനെ ഒരു ഉന്നത ഉദ്യോഗസ്ഥനെയാണ്. മാത്രമല്ല, സ്വപ്ന സുരേഷ് ഇസ് എ നോൺ ക്രിമിനൽ, ധാരാളം ക്രിമിനൽ കേസിൽ പെട്ടിരിക്കുന്ന ആളാണ്. അവരുമായി ഒരു മധ്യസ്ഥ സംസാരത്തിന് അയക്കുന്നത് ആരാ? വിജിലൻസ് ഡയറക്ടറെ. വിജിലൻസ് ഡയറക്ടറും സ്വപ്ന സുരേഷും തമ്മിലുള്ള ബന്ധം എന്താണ് നമ്മൾ പരിശോധിക്കേണ്ടതാണ്. മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകന്മാരെ പേ പട്ടിയെ പോലെ തല്ലുന്നു. ആര്? മുഖ്യമന്ത്രിയുടെ ഗൺമാൻ. വാട്ട് ഈസ് ഹിസ് ബിസിനസ്?